ഒരു കൂട്ടം ആളുകൾ ചേർന്ന് തന്റെ സുഹൃത്തിനെ ആക്രമിക്കുമ്പോൾ ആ ആക്രമിക്കുന്നവരുടെ കൂടെ നിന്ന് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആദിലയെ കുറിച്ചാണ്. എന്റെ പൊന്നോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ആദില നൂറയെ കുറിച്ച് 1-2 വീഡിയോ ഇട്ടപ്പോൾ എന്നെ കൊല്ലാൻ വന്നു കുറേ എണ്ണം. അതിൽ മെയിനായിട്ട് ചില പെൺകുട്ടികൾ എനിക്ക് നേരെ ഉന്നയിച്ച ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാവങ്ങളായിട്ടുള്ള ഈ 2 പെൺകുട്ടികൾക്കെതിരെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ റീച്ച് കിട്ടുമല്ലോ എന്ന്. അതായത് പാവങ്ങൾ എന്നിവർ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് പുറത്ത്, അതായത് ബിഗ് ബോസിന് പുറത്ത് അവരുടെ വീട്ടുകാരില്ല, ബന്ധുജനങ്ങളില്ല, അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു, ഒരു ഓർഗനൈസേഷന്റെ കൂടെയാണ് അവർ ജീവിക്കുന്നത് അല്ലെ, അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു, അതുകൊണ്ട് പാവങ്ങൾ. അപ്പൊ ഈ കമന്റ് ചെയ്യുന്നവർ ആലോചിക്കണം, നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് പുറത്തുള്ള ആദില നൂറയാണ്. ഞാൻ സംസാരിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ, അതായത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് വേൾഡ് വൈഡ് ആയിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന ഏഷ്യനെറ്റ് ആ ചാനലിലൂടെ പുറത്തു വരുന്ന ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലെ 2 മത്സരാർത്ഥികളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ഗെയിമിനുള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ഗെയിമിനുള്ളിൽ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതും പുറത്തുള്ള ആദില നൂറയെ ജഡ്ജ് ചെയ്യുന്നതും നിങ്ങളാണ്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും ഈ ബിഗ് ബോസിനുള്ളിലുള്ള ആ ഗെയിമിനുള്ളിൽ ഈ പെൺകുട്ടി കാണിക്കുന്ന ഭയങ്കര അൺഫെയർ ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ. ഇത് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണോ, ആദില നൂറയെ താഴ്ത്താൻ വേണ്ടിയാണോ? ഈ രീതിയിൽ നിങ്ങൾ ആരും കാണരുത്. കാര്യം ഞാൻ ആദ്യം പറയാൻ പോകുന്നത്, കൂടെ നിന്നുകൊണ്ട് ഈ കുഴിയിൽ തള്ളിയിടുക എന്ന് പറയും, അല്ലെങ്കിൽ കൂടെ നിന്നിട്ട് പുറകിൽ നിന്ന് ആഞ്ഞു കുത്തുക എന്ന് പറയും. അതായത് റിയൽ ബാക്ക് സ്റ്റാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഈ മണ്ടന്മാരായിട്ടുള്ള ബാക്ക് സ്റ്റാബേഴ്സ് ആണ് ഈ വന്ന് കയറിയതൊക്കെ. പക്ഷെ അവിടെ നിന്ന് 100 ദിവസം കൂടെ നിന്ന് ബാക്ക് സ്റ്റാബ് പിന്നിൽ നിന്ന് കുത്തിയ ഒരു ശക്തനായുള്ള ദ റിയൽ കട്ടപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദില തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കൽ പോലും ഉദ്ദേശിച്ചിരുന്ന ആളല്ല. നിങ്ങൾക്ക് എന്റെ ചാനൽ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ബിഗ് ബോസിന്റെ ആദ്യ തുടക്ക ദിവസങ്ങളിൽ അനുമോൾക്കെതിരെ വീഡിയോ ഇട്ട ഒരാളാണ് ഞാൻ. അതുപോലെ ആദില നൂറയെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ഒരാളും കൂടിയാണ് ഞാൻ. എസ്പെഷ്യലി ലക്ഷ്മി ഒരു ബാഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞപ്പോൾ അതിനെതിരെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ പോകെയാണല്ലോ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി, ആദില എന്ന് പറയുന്ന ആള് നിൽക്കുന്നത് ഒരു സോപ്പിന്റെ മുകളിലാണ്. അതായത് 2 കാലിന്റെ അടിയിലും സോപ്പ് നല്ല കട്ടയ്ക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ഇങ്ങനെ വഴുവഴുപ്പൻ ക്യാരക്ടർ. അതായത് ആ റിയൽ വ്യക്തിത്വത്തിൽ ഉള്ള ഒരു 90% തന്നെയാണ് നമ്മൾ ബിഗ് ബോസിന്റെ ഈ 97-ാമത്തെ 8-ാമത്തെ ദിവസം ഒരു വ്യക്തിയിൽ കാണുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി ഓർക്കണം. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ, ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതായത് അനുമോൾ മാറിയിരിക്കുന്നു. ഏതൊരു വ്യക്തിക്കാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത് ആരാണ്, നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്തത് ആരാണ്. നമ്മുടെ കൂടെ ഒട്ടിയിരിക്കുന്നവരാണെങ്കിലും നമ്മുടെ മനസാക്ഷി നമുക്കൊരു ഹിന്റുകൾ തന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മറ്റു ചില വാക്കുതർക്കങ്ങളുടെ ഇടയിൽ തന്റെ ജീവനാണെന്ന് വിശ്വസിച്ച, അതായത് ആ ഹൗസിനുള്ളിൽ അതായത് ആൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ട് ആണ് ആദില എന്ന് പലപ്പോഴും ശ്രീ മോഹൻലാലിന്റെ മുന്നിലാണെങ്കിലും ഒക്കെ പറഞ്ഞ അനുമോൾ ചില ഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ടു പോയി. ഈ കഴിഞ്ഞ ദിവസം അപ്പാനെയും RJ ബിൻസിയും കൂടെയും ചേർന്ന് അനുമോൾക്കെതിരെ ശക്തമായി വഴക്കുണ്ടാക്കുന്നതും, ആ വഴക്കുണ്ടാക്കുന്നതിനിടയിൽ ഈ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പേ ശ്രീ മോഹൻലാലിന്റെ മുന്നിൽ വെച്ച് എന്റെ ഹൃദയം ഞാൻ അനുമോൾക്കാണ് സമ്മാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ആദില ഇവളുടെ ഒപ്പമൊന്നും നിൽക്കുക പോലും ചെയ്യാതെ ഓപ്പോസിറ്റ് ഭാഗത്ത്, അതായത് കടിച്ചു കീറാൻ നിൽക്കുന്ന ശത്രുക്കളുടെ ഭാഗത്ത് കൂടിയിട്ട് ഏറ്റവും പറയാൻ പാടില്ലാത്ത ഒരു സെന്റൻസ് അവിടെ പറഞ്ഞു. ശരിയാണ്, ഇവർ ഒരുമിച്ചിരുന്ന സമയത്ത് ഇവർ സംസാരിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഈ 97-ാമത്തെ അല്ലെങ്കിൽ 95-ാമത്തെ ദിവസമൊക്കെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ്, ബാക്കിയുള്ളവരൊക്കെ പുറത്തു പോയല്ലേ, ഇവർ ഇത്ര തിക്കായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായി ആ ഒരു ബോണ്ട് അത്ര സ്ട്രോങ് ആയി വന്ന സമയത്ത് പണ്ട് സംസാരിച്ച 3 പേർ 4 പേർ കൂടിയിരുന്ന് സംസാരിച്ച കാര്യങ്ങൾ പറയണമായിരുന്നു. അതിലെ അവിടെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ഇവർ 3 പേരും ചേർന്ന് സംസാരിച്ച കാര്യം അനുമോളാണ് പറഞ്ഞെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ സത്യം കേട്ടോ, കണ്ടുകൊണ്ടിരുന്ന നമുക്ക് ഒരു വിഷമം വരും. ഈ അനുമോളുടെ PR ടീം മാത്രമല്ല കേട്ടോ ഈ കൊച്ചിന് ഈ വോട്ട് പിടിച്ചു കൊടുക്കുന്നത്. കാരണം അവിടെ കൂട്ടത്തിലുള്ള എല്ലാ എണ്ണവും അനുമോൾക്ക് വോട്ട് നേടിക്കൊടുക്കാനുള്ള സഹാനുഭൂതി കാഴ്ചക്കാരിൽ ഉണ്ടാക്കാൻ പാകത്തിനുള്ള കോണ്ടന്റുകൾ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഈ ഇട്ടുകൊടുക്കുന്നവരുടെ വിചാരം ഇവരവിടെ എന്തോ വലിയ പുലികളാണ്, ദ റിയൽ ഗെയിമേഴ്സ്, വിന്നേഴ്സ് ആണ് എന്നാണ്. അതായത് ആദിലയും നൂറയും മാറിയിരുന്ന് പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെപ്പോഴും അനുമോളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട്സ് ആണ്, പക്ഷെ തെറ്റ് കണ്ടാൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു. ഇങ്ങനെയാണോ തെറ്റ് കാണുമ്പോൾ വിളിച്ചു പറയുന്നത്? അതായത് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് തന്റെ സുഹൃത്തിനെ ആക്രമിക്കുമ്പോൾ ആ ആക്രമിക്കുന്നവരുടെ കൂടെ നിന്ന് അവർക്കൊപ്പം സംസാരിക്കുന്നതാണോ എന്ത് തെറ്റ് ചെയ്താൽ ഞങ്ങൾ വിളിച്ചു, അതാണോ റിയൽ വിന്നേഴ്സ് എന്ന് പറയുന്നത്? അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ഗെയിം ആണെന്ന് ഞാൻ ആദ്യം മുതൽ പറയുന്നുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ വിന്നർ ആവണമെങ്കിൽ സത്യസന്ധമായിട്ട് ഒരാൾ നിന്നാൽ പോരാ, കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വേണം. ഈ ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് കൊണ്ടാണ് അനുമോൾക്ക് പുറത്ത് ഇത്രയും ഹേറ്റഡ് ഉണ്ടാവുന്നതിന്റെ കാര്യം.
ബാക്കിയുള്ളവർ ഞങ്ങൾ കാണിക്കുന്നത് ശരിയാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തോ ഈ ഹരിശ്ചന്ദ്രനൊക്കെ പണ്ട് ഈ സത്യസന്ധനായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ എന്തോ കാണിച്ചതുപോലെ ഇവർ ഇങ്ങനെ നിന്ന് കാണിക്കുമ്പോൾ പ്രേക്ഷകർ ഇവരെ സ്നേഹിക്കുമെന്നാണ് ഇവരുടെ ധാരണ. പക്ഷെ പ്രേക്ഷകരുടെ മുന്നിൽ, അതായത് കൂടെ നിന്ന് 100 ദിവസവും കൂടെ നിന്ന് പുറത്ത് കുത്തുന്ന ഒരു ശത്രു എന്ന് പറയാൻ പറ്റില്ല, ശത്രുക്കളുടെ നേതാവായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇന്നലത്തെ എപ്പിസോഡിൽ എല്ലാവരും കണ്ടതായിരിക്കാം, അക്ബറിന്റെ അടുത്ത് പോയി അനുമോൾക്കെതിരെ സംസാരിക്കുകയാണ് ആദില ചെയ്യുന്നത്. നൂറ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. നൂറ എപ്പോഴും ലിസണർ ആണല്ലോ, സംസാരിക്കുന്ന സമയമൊക്കെ കൊണ്ട് പൊട്ടിത്തെറിച്ചാൽ അങ്ങേയറ്റം പൊട്ടിത്തെറിയും. പക്ഷേ ഈ അങ്ങോട്ടേ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാലിന്റെ അടിയിൽ സോപ്പ് തേച്ചിട്ട് സംസാരിക്കുന്ന പോലെ ഇങ്ങനെ വഴുവഴുക്കൻ സ്വഭാവം, അതൊരു തരത്തിൽ ആരും ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ ഒരിക്കലും ആരും വിശ്വസിക്കരുത് കേട്ടോ. ആദില എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ കാണിക്കുന്ന ആ ഒരു ക്യാരക്ടർ, ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ കാണിക്കുന്ന ആ ഒരു ക്യാരക്ടർ നിങ്ങളുടെ ചുറ്റുപാടും ആരെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല കേട്ടോ. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്ബറിന്റെ അടുത്ത് പോയി അനുമോൾക്കെതിരെ സംസാരിച്ചു. അതായത് അനുമോളുടെ PR-ഉം മറ്റു കാര്യങ്ങളും എല്ലാവരുടെയും ഫാമിലി അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അത് ആര്യന്റെ വായിൽ നിന്ന് വീഴുന്നുണ്ട് എന്നൊക്കെ കാര്യങ്ങൾ പറയുന്നു. അക്ബർ കരയുമ്പോൾ അക്ബറിനെ ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് കുറച്ച് മണിക്കൂറുകൾ പോലും ആയില്ല, അത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ പോലും ആയില്ല, പുറത്തേക്ക് ചെന്നപ്പോൾ അവിടെ ശൈത്യ നിൽക്കുന്നു. ഉടനെ ശൈത്യയുടെ തോളിൽ കൈയിട്ടിട്ട് ശൈത്യയോട് പറയാണ്, അതായത് അനുമോൾ എനിക്ക് PR-ന്റെ നമ്പർ തന്നു, ഇങ്ങനെ അക്ബറിനെ ഇതാക്കാൻ വേണ്ടി. അതായത് അനുമോൾ വളരെ രഹസ്യമായിട്ട് ഒന്ന് ആലോചിക്കണം, അനുമോളുടെ മനസ്സിൽ ഇപ്പോഴും ഇവർക്ക് ബെസ്റ്റ് ഫ്രണ്ടിന്റെ സ്ഥാനം തന്നെയാണ്. അപ്പൊ PR-ന്റെ നമ്പർ കൊടുക്കണമെങ്കിൽ ഇവരും കൂടെ വിജയിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് ആ കുട്ടിക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ സീക്രട്ട് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഈ പെൺകുട്ടി ആദില എന്ന് പറയുന്ന പെൺകുട്ടി പലരുടെയും അടുത്ത് പോയി പറയുന്നു. അപ്പൊ അക്ബറിന്റെ അടുത്ത് പോയി പറയുന്നു PR എല്ലാവരെയും, അനുമോളുടെ PR എല്ലാവരെയും ആക്രമിക്കുന്നു. ശൈത്യയുടെ അടുത്ത് പോയി പറയുന്നു, അനുമോളുടെ PR എന്റെ നമ്പർ അനുമോൾ തന്നിട്ടുണ്ട്, ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി തന്നു, 50K കൊടുത്താൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കണ്ണുനീരും ഭയങ്കര സങ്കടമൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഷാനവാസിന്റെ അടുത്തേക്ക് പോവുകയാണ്. അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയുന്നു, അനുമോൾ ഇപ്പൊ ഞങ്ങളോട് സംസാരിക്കുന്നത് ഇമാതിരി ഈ പ്രവർത്തികളെല്ലാം പുറകെ നിന്ന് കുഴിയിൽ തള്ളിയിടുന്ന പോലുള്ള വൃത്തികെട്ട പരിപാടികൾ കാണിച്ചിട്ട് ഷാനവാസിനോട് പോയിരുന്നു. ഷാനവാസ് ആണെങ്കിൽ ഈ അന്നത്തെ ആ ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയോ വ്യത്യാസങ്ങൾ പുള്ളിയുടെ സ്വഭാവത്തിലുണ്ട്. പുള്ളി എല്ലാം ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്, നല്ല കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കണം പുള്ളി ഒരു നന്മമരം പോലെയാണ് ഇപ്പോൾ പോകുന്നത്. മനസ്സിലായില്ല. അപ്പോൾ പുള്ളി ഇരുന്ന് കുറച്ച് സമയം ഉപദേശിച്ചു. പുള്ളി പറഞ്ഞ്, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താലും നിങ്ങളെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് കാര്യം പറഞ്ഞ് സോൾവ് ആക്കാം. അനുമോളുടെ എന്തോ കാര്യം പൊട്ടിക്കാം എന്ന് അക്ബർ പറഞ്ഞതിന് പ്രകാരം വന്നതായിരുന്നു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, ഇങ്ങനെ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇപ്പൊ അതൊന്നും വേണ്ട, നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങളെ ബാധിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. ബാധിക്കുന്നില്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞതിന് പ്രകാരം പറയുന്നു, അവളെ വിളിക്കൂ, നമുക്ക് കോംപ്രമൈസ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അവർ ഇരുകൂട്ടരും, അനുമോള് പെട്ടെന്ന് തന്നെ വന്ന് ഈ പെൺകുട്ടികളെ ഹഗ് ചെയ്യുന്നുണ്ട്. അനുമോള് പഴയ രീതിയിൽ തന്നെ നിൽക്കുന്നു. ഈ പെൺകുട്ടികൾ അവളുമായിട്ട് വീണ്ടും സുഹൃത്ത് ബന്ധത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആലോചിക്കണം, ഒരു ദിവസത്തിനുള്ളിൽ, എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിനുള്ളിൽ എത്ര പേരോട് ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് വളരെ മോശമായിട്ടും ഈ അനുമോൾ വിശ്വസിച്ച്, ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, സ്വന്തം PR നമ്പർ പോലും കൊടുക്കുകയാണല്ലേ. PR എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഭയങ്കര വലുതാണ് കേട്ടോ സീസൺ 7. അതായത് ഇത്രയും നാളും PR എന്ന് പറയുന്ന ഒരു സംഭവം തോന്നലായിരിക്കാം, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചിരുന്നില്ല കേട്ടോ. ഇങ്ങനെ വോട്ടൊക്കെ മറിക്കാൻ പറ്റുന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ ഈ സീസൺ 7 പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ മറവിൽ നടക്കുന്ന ചതികൾ, കള്ളത്തരങ്ങളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കി പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തന്നു എന്നുള്ളതാണ്. അതിന് പാകത്തിനുള്ള മത്സരാർത്ഥികളും അവരുടെ വായിൽ നിന്ന് വന്ന കണ്ടന്റുകൾക്കും ആയിരുന്നത് കാരണം. അല്ലാതെ ബിഗ് ബോസിന്റെ ക്രൂവിനെ കൊണ്ട് ഇങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും തോന്നുന്നില്ല. അപ്പൊ എന്താണെങ്കിലും ഒരു ദിവസം 1 മണിക്കൂറിനുള്ളിൽ ഒരു 10 തവണയെങ്കിലും ബാക്ക് സ്റ്റാബ് ചെയ്തിട്ട് വീണ്ടും പോയി കോംപ്രമൈസ് ആവുന്നു, ഹഗ് ചെയ്യുന്നു. ഇതെന്തൊരു നിലപാടാണെന്ന് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.